ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ട് എൻ്റെ ഒന്നുമല്ല, ആമിക്കുട്ടിയുടെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് ഡേ ഇൻ ആമീസ് ലൈഫാണ്. എപ്പോഴും ഞാൻ വിചാരിക്കും മോളുടെ ഒരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ അതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് രാവിലെ തന്നെ കുഞ്ഞുമണി നല്ല ഉറക്കമാണ് കേട്ടോ. ആമിക്കുട്ടിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വന്ന്. ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ്. വേണ്ടേ? അതെന്താ വേണ്ടാത്തത്? ഒരു ഗുഡ് മോർണിംഗ് പറയൂ. ഒരു ഗുഡ് മോർണിംഗ് പ്ലീസ്. ഒരു പ്ലേങ്കീസ്. വേണ്ടേ? നോക്ക് ഇങ്ങോട്ട്. ഓർക്കന്ന് എണീറ്റിട്ടുള്ളു ഗൈസ്, അതാണിങ്ങനെ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മുപ്പത്തി എണീറ്റ് ഒരു അങ്കംവട്ടൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പം മുഖമൊക്കെ കഴുകി നന്നായിട്ട് പല്ലൊക്കെ തേച്ച് കൊടുത്ത് ചായ എന്തെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വാശി കയറി പിന്നെ അവൾ ഒന്നിനും സമ്മതിക്കത്തില്ല. അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവൾക്ക് വേണ്ടത് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ കരയണത്. അല്ലെങ്കിൽ ചായയോടായിരിക്കും അവൾക്ക് പ്രിയം. അല്ലെങ്കിൽ ചായയാണ് അവൾ എപ്പോഴും ചോദിക്കാറുള്ളത്. ഇന്നെന്താണെന്നറിയില്ല, അവൾക്ക് ഉമ്പം വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കരച്ചിലുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഏറ്റവും നല്ലതാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചായയൊക്കെ കൊടുക്കണതിനെക്കാട്ടി നല്ലത് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു കുറച്ച് വെള്ളം ഫസ്റ്റ് തന്നെ നമ്മുടെ മക്കളെയും കൊണ്ടൊന്ന് കുടിപ്പിക്കണത്. എന്നിട്ട് ബാക്കി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അവർക്ക് ക്ഷീണം മാറാനും ഉറക്കം മൊത്തമൊക്കെ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ വെള്ളം കൊടുക്കുന്നത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് മുഖം തുടച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പം ഞാൻ അങ്ങനെ മുഖമൊക്കെ അവൾക്ക് തുടച്ചു കൊടുത്തു കേട്ടോ. ഇന്ന് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുകയേ വേണ്ട, ഇന്ന് മൊത്തം മോളെ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ കഞ്ഞിക്കൂർക്കയുടെ ഇല വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഒരു പൊട്ട് പനക്കൽക്കണ്ടം കൂടി ഇട്ടിട്ട് ഈ കഫക്കെട്ടും ചുമയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറാനും പ്രതിരോധിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. പിന്നെ ഞാൻ 2 പൊട്ട് ദോശ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ മോളുടെ കാലുമോ കണ്ടോ ഇങ്ങനെ തടിച്ച് പൊന്തുന്നത്. ഞാൻ രാവിലെ തന്നെ ഡോക്ടറെ വിളിച്ച് വെച്ചപ്പോൾ ഡോക്ടർ പറയണത് തക്കാളിപ്പനി ആയിരിക്കും, കൊണ്ടുപോരുമെന്ന്. എല്ലാ മക്കൾക്കും ഇപ്പോൾ തക്കാളിപ്പനി പടർന്ന് പിടിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്തിരിക്കേണ്ട. അപ്പം 3-4 ദിവസമായി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ കാലുമിലൊക്കെ ഇങ്ങനെ പിരിങ്ങനെ നമ്മൾ എന്തെങ്കിലും അരിച്ച് കഴിഞ്ഞാൽ ഈ ഇഴജന്തുക്കളോ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ അരിച്ച് കഴിഞ്ഞ് ഇങ്ങനെ പൊന്തത്തുണ്ടല്ലോ, പൊന്തൂലിങ്ങനെ ചൊറി പോലെ, അതുപോലെ ഇങ്ങനെ പിരിങ്ങനെ മോളുടെ കാലുമ്മിൽ മേത്തൊക്കെ. അപ്പോൾ ആകെ പേടി. 3-4 ദിവസമായി ഇങ്ങനെ അടുപ്പിച്ചിട്ട്. രാവിലെ എണീറ്റാൽ മാത്രമേ ഉള്ളൂ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് ഭസ്മം തേച്ച് കൊടുത്താൽ അതങ്ങ് പോയിക്കോളും, പിന്നെ അത് ഉണ്ടാവത്തുമില്ല. അപ്പോൾ അതെന്താണെന്ന് അറിയുന്നില്ല, എന്തുകൊണ്ടാണെന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ അവളെന്നെ കുളിപ്പിച്ചിട്ട് എണ്ണയൊക്കെ തേപ്പിച്ചൊന്ന് കുളിപ്പിച്ചായിരുന്നു കേട്ടോ തലയിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവൾക്ക് ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗംഭീര കരച്ചിലായിരുന്നു. അപ്പോൾ പാല് കുടിച്ചിട്ട് അവൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഉമ്മയൊക്കെ തന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ രാവിലെ തന്നെ ഈ ഉറക്കപ്പിച്ചും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര എന്താ പറയുക, അവൾക്ക് ഭയങ്കര വിമിഷ്ടമായിരുന്നു. മക്കളൊന്നുമില്ല, ആരും കളിക്കാനൊന്നുമില്ല. അപ്പോൾ അത് കാരണം പിന്നെ അവളങ്ങനെ കിടന്നുറങ്ങി. ഉച്ചയ്ക്ക് എഴുന്നേറ്റ് എന്തെങ്കിലും കൊടുക്കാൻ വിചാരിച്ചപ്പോൾ അവൾ നല്ല ഉറക്കമായിരുന്നു. 2:30-3 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ എണീറ്റത്. അപ്പോൾ അത് വൈകുന്നേരത്ത് ഹോമിയോനെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ. ഒട്ടുമിക്ക ഇങ്ങനെ കുഞ്ഞു പ്രശ്നങ്ങൾക്കൊക്കെ ഞാൻ ഹോമിയോനാണ് കേട്ടോ കാണിക്കാറുള്ളത്. നല്ല ഡോക്ടറാണ്, ഉണ്ണികൃഷ്ണൻ ഡോക്ടർ. നമ്മുടെ ചേലക്കര തന്നെയാണ് കേട്ടോ ഡോക്ടർ നോക്കുന്നത്. അപ്പോൾ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം ഡോക്ടറുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്തുണ്ടെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടറെ വിളിച്ച് നോക്കലാണ് കേട്ടോ പതിവ്. അപ്പോൾ പെട്ടെന്ന് വലിയ നല്ലോണം പനി അങ്ങനെയൊക്കെ വരും മാത്രമാണ് കേട്ടോ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കാറുള്ളൂ, കാണിക്കാനൊക്കെ പോകാറുള്ളൂ. അല്ലെങ്കിൽ ഫുള്ള് നമ്മുടെ ഹോമിയോ ഡോക്ടർ തന്നെയാണ് കേട്ടോ കാണിക്കാറുള്ളത്. പൊതുവേ നമ്മുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ നെഗറ്റീവ് കേൾക്കാനായിരിക്കുമല്ലോ ഇഷ്ടം. അതുപോലെ തന്നെയാണ് നമ്മുടെ യൂട്യൂബിലുള്ള ആൾക്കാർക്കും നെഗറ്റീവിനോടാണ് താല്പര്യം. എന്ത് നെഗറ്റീവ് കണ്ടൻറ് ഇട്ടോ അവിടെ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് കേട്ടോ. എൻ്റെ ബലമായ സംശയം ഇത് എന്താ പറയുക അലർജിയുടെ എന്തോ ആണെന്ന് തന്നെയാണ് കേട്ടോ. ഡോക്ടർ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഞാൻ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയായിരുന്നു കേട്ടോ തക്കാളിപ്പനിയുടെ ഇതൊക്കെ. പക്ഷെ അതൊന്നും അല്ല സംഭവം. നൈസായിട്ട് ഞാൻ ഫോട്ടോ വേണമെങ്കിൽ സൈഡിൽ കൊടുക്കാം കേട്ടോ.
അതുപോലെ പിരിപിരിന്നനെ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഭസ്മമുണ്ടല്ലോ അത് തേച്ച് കഴിഞ്ഞത് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്ര വലിയ പേടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ 3-4 ദിവസം ഇങ്ങനെ അടുപ്പിച്ചിട്ട് രാവിലെ കാണുന്നുണ്ട്. എന്തെങ്കിലും അലർജിയാന്ന് വിചാരിച്ചിട്ട് ബെഡ്ഷീറ്റ് മാറ്റണു, ഫുള്ള് വൃത്തിയാക്കണു. പിന്നെ ഫാനിൽ നിന്ന് വല്ല പൊടി വീഴുകയെന്ന് വിചാരിച്ചിട്ട് ഫാനും ക്ലീൻ ചെയ്തു. എന്നിട്ടൊന്നും അതൊന്നുമല്ല പ്രശ്നം. എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിന് ചെറുതായിട്ട് ഇങ്ങനെ ചൊറിച്ചിൽ പോലെയുണ്ട്. അപ്പോൾ അതാണ് കൂടുതൽ ടെൻഷനായത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ലാക്ടോ കലാമിനൊന്ന് തേച്ച് കൊടുക്കാൻ. പക്ഷെ അത് തേച്ചിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. ആമയാണിച്ച് എന്താണെന്നറിയില്ല, നല്ല കുട്ടിയൊക്കെ ആയിട്ട് അടങ്ങി ഒതുങ്ങിയിട്ടൊക്കെ നിന്ന് തരുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അവളുടെ ട്രെൻഡിങ് മുടികെട്ടലാണ് ഇങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ ബാക്കോട്ടാക്കിയിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കും. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ അവളുടെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോയിട്ട് വരാം, ഡോക്ടർ മാമിനെ കണ്ടിട്ട് വരാം. ലമി ടാറ്റ കൊടുക്ക്. ടാറ്റ. ഡോക്ടർ എന്താണോ പറയാ, പേടിയായിട്ട് വയ്യ. അമ്മ ലിപ്സ്റ്റിക് എങ്ങനെയിടാ? അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. എങ്ങനെയിടാ ലിപ്സ്റ്റിക്ക്? ആമി സത്യം പറഞ്ഞാൽ എന്നെ പോലെയാണ് കേട്ടോ. എനിക്ക് ബസ്സിലോ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ എന്നെ തിന്നുകൊണ്ടിരിക്കണം. അതേപോലത്തെ സ്വഭാവം തന്നെയാണ് കേട്ടോ ആമിക്കും കിട്ടിയിട്ടുള്ളത്. ബസ്സിൽ കയറിയപ്പോൾ തുടങ്ങിയതാണ് പാപ്പു ബിസ്ക്കറ്റ്, പഴം എന്നൊക്കെ തുടങ്ങിയിട്ട് ചോദിക്കൽ. ബസ് കയറാൻ സമയത്ത് അവിടെ കട ഉണ്ടായിരുന്നേ, കടയിൽ നിറച്ച് പഴം തൂക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടങ്ങിയത് അവൾക്ക് പഴം വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ ബസ് ഇറങ്ങി ഞങ്ങൾ വരുമ്പോൾ അവൾക്ക് ഒരു കേക്ക് പോലത്തെ സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡോക്ടറിനൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഒരു ജ്യൂസും 2 കട്ട്ലൈറ്റും കഴിച്ചായിരുന്നേ. അപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ ആമിക്കുട്ടീനെ എടുക്കാനായിട്ട് കുറേ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അതാ ഇത്രയും മരുന്നുകൾക്ക് തന്നെ 600 രൂപ എടുത്തായിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഹോമിയോ മരുന്നിന് നല്ല റേറ്റാണ്, ഇംഗ്ലീഷ് മരുന്നിന് പോലെയല്ല. പക്ഷെ നല്ല എഫക്റ്റീവാണ് കേട്ടോ, പെട്ടെന്ന് മാറും. അപ്പോൾ അത് അവസാനം ആമിക്കുട്ടി ഗുളിക കഴിച്ചിട്ട് ആമിക്കുട്ടി കിടന്നുറങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ആമിക്കുട്ടിയുടെ ദിവസം വന്നിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.